നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അല്ലെങ്കിൽ ജീവിച്ചിരുന്ന സമയത്തും അമ്മയെ ചതിച്ചതിന്റെയോ മരണത്തിൽ എന്തെങ്കിലും മനസ്സറിവുള്ളതിന്റെയോ കുറ്റബോധം ചിന്തിച്ചു തുടങ്ങിയ ഇത്തരം ചുട്ടുപൊള്ളുന്ന ചോദ്യങ്ങള് ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇത് വെറുതെ നിന്റെ മനസ്സിലിട്ട് ആളി കത്തിക്കരുതെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയണോ? വേണ്ട. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സ് ശാന്തമാവില്ല. സത്യം എനിക്കറിയണം. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാനിത് കണ്ടെത്തും. അല്ലെങ്കിൽ ഡാഡി എല്ലാം ഏറ്റു പറയണം. ഡാഡിക്കത് പറയേണ്ടി വരും. അതുവരെ എന്റെ അമ്മ ഡാഡിക്ക് മനസ്സമാധാനം കൊടുക്കില്ല. അതെനിക്ക് ഉറപ്പാ. നീ എന്തായി ആലോചിക്കുന്നത്? കുറെ നേരമായല്ലോ. അത് പിന്നെ നിനക്ക് എന്നോട് എന്തോ ചോദിക്കാനുണ്ടെന്ന് തോന്നല്ലോ. അതിനെ എന്തിനാ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? ധൈര്യമായിട്ട് ചോദിക്കേ. നമുക്കിടയിൽ ഇനിയൊരു മറയും അതിലും ഒക്കെ വേണോ? അതുകൊണ്ടല്ല. ചോദിച്ചാം ചിലപ്പോ നിങ്ങൾക്ക് വിഷമായാലോന്ന് കരുതിയിട്ടാ. എനിക്കെന്ത് വിഷമം? നീ ചോദിക്കേ. സത്യം പറയണം, അന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് നിങ്ങൾ എനിക്കൊരു നെക്ലസ് വാങ്ങി തന്നില്ലേ? അല്ല, അത്ര വില കൂടിയ നെക്ലസ് വാങ്ങാനുള്ള പണം. ഓ, അപ്പൊ അതാണ് ഈ ആലോചനയുടെ പിന്നിലുള്ള കാരണം. എന്റെ അക്ഷര, ഇങ്ങനെ വളഞ്ഞു ചുറ്റി വരാതെ നേരിട്ടങ്ങ് ചോദിച്ചാ പോരെ. സിദ്ധാർത്ഥൻ തന്ന ചെക്ക് മാറിയിട്ടാണോ ആ നെക്ലസ് വാങ്ങിച്ചതെന്ന്? അല്ല, അങ്ങനല്ല. ഞാൻ സംശയങ്ങളൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഒരു മിനിറ്റ്. ഇതാണ് സിദ്ധാർത്ഥൻ എനിക്ക് നൽകിയ ചെക്ക്. തുകയും ഡേറ്റും എഴുതിയിട്ടില്ല. ഇത് നീ കയ്യിൽ വെച്ചോ. ഒരു നെക്ലസ് വാങ്ങിക്കാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഗതികേടുകാരനാ, പ്രാരാബ്ധക്കാരനാ. പക്ഷേ അനർഹമായതൊന്നും സമ്പാദിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടുമില്ല. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. നിനക്കിപ്പോ സമാധാനായില്ലേ? ഇനി നിനക്ക് അന്തസ്സായിട്ട് ആരുടെ മുമ്പിലും തല ഉയർത്തി നിൽക്കാമല്ലോ. അഭിമാനത്തോടെ ആ നെക്ലസ് കഴുത്തിലിടാമല്ലോ, അല്ലേ? എന്നാ ഈ ചെക്ക് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കേ. ചെല്ല്.
അമുദം. ആഹാ, ഞാൻ അന്ന് തന്നെ പെർഫ്യൂം തന്നെയാ നീ അടിച്ചിരിക്കുന്നല്ലേ. 1 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് എനിക്ക് അതിന്റെ മണം കിട്ടും. പിന്നെ എത്ര പെമ്പിള്ളേർക്ക് ഇതുപോലെ വാങ്ങിക്കൊടുത്തു കാണും ഈ പെർഫ്യൂം? അങ്ങനെ ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയല്ലേ അമുദം. എന്നെ പറ്റി നിനക്ക് ശരിക്കും അറിയാൻ വയ്യാത്തോണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. പെൺകുട്ടികൾക്ക് പെർഫ്യൂം വാങ്ങിച്ചു കൊടുക്കുന്നു പോലും. ജീവിതത്തിൽ ആദ്യമായിട്ടാ എൻ്റെ ഈ കൈ കൊണ്ട് ഒരു ഗിഫ്റ്റ് വാങ്ങി ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്നു. അത് നീയേ. അതെന്താ എനിക്കിത്ര പ്രത്യേകത? അതറിയില്ല. നിന്നെ ആദ്യമായി കണ്ടപ്പം മുതൽ എനിക്കെന്തോ ഒരു അടുപ്പം തോന്നി. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ചില ചിന്തകളും തോന്നലുകളൊക്കെ ദൈവം നമ്മുടെ തലയ്ക്കകത്ത് എഴുതി വെക്കുമല്ലോ. അത് വേറെ ആളുകൾക്ക് പ്രശ്നമാവാതിരുന്നാ മതി. അല്ല, എങ്ങനെയുണ്ട് നമ്മുടെ ആള്? കൊഞ്ചം വയലന്റ് ആയിപ്പോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ അടുത്തേക്ക് പോവാറില്ല. എപ്പോഴും മുഖം തിരിച്ചേനെ ഇരിപ്പല്ലേ? നീ എപ്പോഴാണോ എന്നെ ഒന്ന് നോക്കുന്നത്? അവരുടെ കല്യാണശേഷേ ഞാൻ മുഖം തിരിച്ച ആളുകളെ നോക്കൂന്ന് പറയുന്ന കേക്കാം. ആരുടെ കല്യാണക്കാര്യ സാറേ എന്താ അമ്മ പറയണത്? അതൊക്കെ ഇങ്ങനെ വെറുതെ പറയുന്ന. നീ അതൊന്നും കാര്യമാക്കണ്ട. വന്നേ. ആ കൊള്ളാം. ഇത്തവണ ദൈവം നമ്മുടെ കൂടെയാണ്. അതെ, എല്ലാം തമ്പുരാന്റെ കൃപ. അതുകൊണ്ടാണല്ലോ നിരഞ്ജന ആ ചെക്കെടുത്ത് അവളുടെ കൈ കൊടുക്കാൻ തോന്നിയത്. ഇനി എനിക്ക് കാര്യങ്ങൾ എളുപ്പമായി. സ്വന്തം ആഭരണങ്ങൾ പോലും കൃത്യമായിട്ട് സൂക്ഷിക്കാൻ അറിയാത്ത ഈ അക്ഷര ആ കടലാസ് കഷണം സൂക്ഷിക്കൂ. അക്ഷരത ഇവിടെ വെച്ചെന്ന് മമ്മ കണ്ടില്ലേ? കണ്ടുമോനെ. അതല്ലേ മമ്മ ഇത്ര സന്തോഷത്തോടെ ഓടിപ്പാഞ്ഞു വന്നത്. ദാ, മമ്മ ചെന്ന് ആ ചെക്ക് അവിടെ നിന്ന് എടുത്തിട്ട് ദാ ഇതവിടെ വെക്കണം. വെറുതെ സിദ്ധാർത്ഥന് എഴുതിയ ഒരു വര വരച്ചിട്ടുണ്ട്. എന്നിട്ട് അത് എൻ്റെ വരണം. ബാക്കി വേണ്ടത് ഞാൻ ചെയ്തോളാം. ഇത് ഒരു വലിയ ബഹളമായി മാറുമല്ലേ മോനെ? അത് ഉറപ്പല്ലേ? കൊലക്കേസിൽ പോലും ഡോക്ടർ നിരഞ്ജനെ ന്യായീകരിക്കാൻ നിന്ന സിദ്ധാർത്ഥനും വീട്ടുകാരും ഒക്കെ ഇതോടുകൂടി കടകം തിരിയും. അയാൾ ഒരു കള്ളനാണെന്ന് കരുതും. അതുമാത്രമല്ല, ഒരു ഫിനാൻഷ്യൽ ഫ്രോഡ് പണി കാണിച്ചെന്നും പറഞ്ഞ പുതിയ അന്വേഷണ സംഘവും നിരഞ്ജനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തും. കൊലക്കേസിൽ പ്രതിയെന്ന് കരുതിയ ഡോക്ടർ ചെക്ക് കേസിലും പ്രതിയെന്നും പറഞ്ഞ മീഡിയയും ആഘോഷിക്കും. ഇല്ലെങ്കിലേ ശരത്തിനെ പോലെയുള്ളവരെ കൊണ്ട് നമ്മളത് ആഘോഷമാക്കും.